സാധാരണ വ്യത്യസ്തമായി ഇത്തവണ ഓണക്കാലത്ത് ആമ്പൽപ്പൂക്കൾ വിരിഞ്ഞിരിക്കുകയാണ് കോട്ടയം മലരിക്കലിൽ. അവിടെ എങ്ങനെയാണ് ആഘോഷം എന്നത് കാണാം. നമ്മൾ പോകുന്നത് ടോബി ജോൺസണിലേക്കാണ്. ടോബി തത്സമയം മലരിക്കലിൽ നിന്ന് ഉണ്ട്. ടോബി, ഇതുവരെ നമ്മൾ കാണാത്തൊരു കാഴ്ചയ്ക്ക് മലരിക്കൽ സാക്ഷ്യം വഹിക്കുകയാണ്. ഈ സമയത്ത് ആമ്പൽപ്പൂ പതിവില്ല എന്ന് പറയുന്നു. അങ്ങോട്ടേക്കൊക്കെ ഒത്തിരി ആളുകൾ എത്തുന്നുണ്ടോ? അവിടെ ആഘോഷം എങ്ങനെയാണ്? അനുജ, തീർച്ചയായിട്ടും ഓണത്തിന് ഇരട്ടി മധുരം എന്ന് വേണമെങ്കിൽ പറയാം. ഞാനിപ്പോൾ നിൽക്കുന്ന അമ്പൽപ്പാടത്തിന് മുന്നിലാണ്. നമുക്ക് കാണാം ഏക്കർ കണക്കിന് ഇങ്ങനെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുകയാണ്. അമ്പൽപ്പാടം ഇങ്ങനെ നമുക്ക് നോക്കത്താ ദൂരത്തോളം ആമ്പൽ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ കാണാം. എന്തായാലും ഈ ഓണക്കാലത്തും കൂടി ഈ ആമ്പൽ പൂക്കൾ വിരിഞ്ഞതിൻ്റെ ഒരു സന്തോഷം ഇവിടെ എത്തുന്നവർക്കുണ്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നൊരു ഓണാഘോഷം തന്നെ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. രാവിലെ ജില്ലാ കളക്ടർ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. ആമ്പൽ പൂക്കൾ കൊണ്ട് ഒരു പൂക്കളം ഒരുക്കിയാണ് ആ ഓണാഘോഷത്തെ ഇവർ വരവേക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടെ വന്ന കുറെ ആളുകളുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണം? അടിപൊളിയല്ലേ? അടിപൊളി ഓണം. ഈ ആമ്പല് കാണാൻ വന്നത് ഇത് അറിഞ്ഞുകൊണ്ടാണോ? കോട്ടയംകാരുടെ ഒരു സ്വകാര്യ അഭിമാനം ഇത്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ഞങ്ങൾ ഒരു റീൽസ് എടുത്തിരുന്നു കഴിഞ്ഞു. ആ റീൽസിലൂടെ ഇവിടെ വെച്ചെടുത്തായി. നമ്മൾ മേരി ക്യൂൻസ് ആശുപത്രി കാഞ്ഞിരപ്പള്ളിയിൽ, കോട്ടയം ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു ആശുപത്രിയാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ റീൽസ് എടുത്തപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണ് എടുത്തത്. അപ്പോൾ പിള്ളേരെടുത്തപ്പോൾ ഈ വള്ളത്തെ കൂടെ പോയതൊക്കെ വളരെ ആമ്പൽ ഈ ഓണക്കാലത്ത് വിരിഞ്ഞതിന്റെ സന്തോഷം എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് അത് കാണാം. ഇന്നിപ്പോൾ ഉത്രാടമാണ്, അതിന്റെ തിരക്കുണ്ടെന്നറിയാം. അതിനിടയിൽ നിങ്ങൾ തീർച്ചയായിട്ടും മുണ്ടൊക്കെ കൊടുത്ത് കേരള തനിമയിൽ ഞങ്ങൾ ഈ ഒരു സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട് ഈ ആമ്പൽ കാണാനും പിന്നെ ഇവിടെയുള്ള ചേട്ടന്മാരൊക്കെ എന്ത് രസമാണ്. ഇവിടെ വളരെ സാഹോദര്യമോ സ്നേഹമോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇത്തവണ ഓണത്തിനും കൂടി നിങ്ങളുടെ നാട്ടിലേക്ക് ഈ ആമ്പൽ വന്നിരിക്കുകയാണ്? നമുക്ക് ഒരു ഗുണം കിട്ടി. നേരത്തെ 2 മാസം മുമ്പ് പൂവുണ്ടായി, അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ കിട്ടി. എല്ലാ വർഷം കിട്ടുന്നതിനേക്കാളും 2 മാസം കൂടെ കൂടുതൽ കിട്ടി. അതാണ് ഇവിടുത്തെ പ്രത്യേകത അനുജ. അതായത് 2 മാസം കൂടി കൂടുതൽ ആമ്പൽ പൂക്കൾ വിരിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ എന്തായാലും ഈ മലരിക്കലെ ആളുകൾ അവരുടെ ഒരു സന്തോഷമാണ് ഈ ഓണക്കാലത്ത് ഇങ്ങനെ പൂക്കൾ വിരിഞ്ഞ് ഇവിടേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നു എന്നുള്ളത്. ചേട്ടാ, ഇത്തവണ നിങ്ങളുടെ ഓണം ഇവിടെ ഈ ആമ്പലിനോടൊപ്പം ആണല്ലേ? ആണ്. എങ്ങനെയാണ്? സന്തോഷമുണ്ടോ? സന്തോഷമായിട്ട് പോകുന്നു. അടിപൊളി ഒരു ഐശ്വര്യമല്ലേ ഇത്? ഇത്ര ആളുകൾ വരിക, ഇത്ര ജനങ്ങൾ വരിക എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ നാടിൻ്റെ ഒരു ഐശ്വര്യം തന്നെയാണ്. ഇന്ന് ഓണാഘോഷമാണ്. ഇന്ന് ഓണാഘോഷമാണ്. ഞങ്ങളുടെ ഓണാഘോഷത്തെ പരിപാടിയാണ് മലരിക്കലൊക്കെ പരിപാടിയുണ്ട്. ഇന്ന് പിള്ളേരുടെ മത്സരങ്ങളുണ്ട്, വടംവലി മത്സരമുണ്ട്, കെട്ടുകളി മത്സരം, പിന്നെ കസാരകളി മത്സരം. വരുന്നവർക്കെല്ലാം അപ്പൊ ഇതിലും പങ്കെടുക്കാം. എല്ലാം പങ്കെടുക്കാം. പിന്നെ ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഇവിടെ വരുന്നവർക്ക് ഇന്ന് പായസം കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ മലരിക്കലെ ആളുകൾ അവർ പായസം സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആമ്പൽ കാണാം, ഒപ്പം തന്നെ പായസം കുടിക്കാം, ഓണക്കളികളിൽ പങ്കെടുക്കാം. അങ്ങനെ അടിപൊളി ഒരു ഓണമാണ് ഈ മലരിക്കൽ ഇത്തവണ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാളെയും സമാനമായ രീതിയിലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും എല്ലാ ആളുകൾക്കും ഇവിടേക്ക് എത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അനുജ, അതാണ് കോട്ടയം മലരിക്കലിലെ കാഴ്ചകൾ. അവിടെ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഓണക്കാലത്ത് ആമ്പൽപ്പൂ വിരിഞ്ഞിരിക്കുന്നു. വലിയ ആഘോഷത്തിലാണ് പ്രദേശവാസികൾ.